വലിയ രീതിയിൽ ഒരു ഹൈന്ദവ പ്രക്ഷോഭം നടക്കുകയാണ്. അത് തിരുപ്പുറം കുണ്ട്രവുമായി ബന്ധപ്പെട്ട്. പക്ഷേ കേരളത്തിൽ ഒരു സർക്കാരിനെതിരെയായിരുന്നെങ്കിൽ അവിടെ ചില ജിഹാദികൾക്കെതിരെയാണ്. പക്ഷേ സർക്കാർ പിന്തുണയുണ്ട്. ഇനി എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റം? തമിഴ്നാട് രാഷ്ട്രീയം ദേശീയ തലത്തിൽ കഴിഞ്ഞ 3-4 ദിവസമായി ഭയങ്കര ചർച്ചയിലാണ്. കാരണം ഈ സനാതന ധർമ്മത്തെ ഭൂമിയെ തുടച്ചു നിൽക്കണം എന്ന് ലക്ഷ്യം വെച്ചിട്ടുള്ള DMK, സ്റ്റാലിൻ്റെ പാർട്ടി, ഏത് വിധേനയും ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അതുകൊണ്ടാണല്ലോ ഈ ഡെങ്കു എന്നൊക്കെ പറഞ്ഞിട്ട് സനാതന ധർമ്മത്തെ കളിയാക്കിയത്. പക്ഷെ ഒരു കാര്യം സ്റ്റാലിൻ മറന്നുപോയത്, അദ്ദേഹത്തിൻ്റെ തന്നെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും മറ്റു ആചാര സംവിധാനങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് വർഷം പാരമ്പര്യമുള്ള ഒരു സനാതന ധർമ്മത്തെ തകർക്കാൻ ഈ DMK എന്ന് പറയുന്ന ഈ കൊച്ചു പാർട്ടി വിചാരിച്ചാൽ, അല്ലെങ്കിൽ സ്റ്റാലിൻ വിചാരിച്ചാൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും വീരവാദം അടിക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സമില്ലല്ലോ. ഇപ്പോൾ അവിടുത്തെ ഒരു പുതിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ തിരുപ്പറകുണ്ട്രം സുബ്രഹ്മണ്യ ക്ഷേത്രം, തമിഴ്നാട്ടിലെ ആറുപടൈ വീട് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മുരുകൻ്റെ പ്രധാനപ്പെട്ട 6 ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന ആറുപടൈ വീടിലെ ഒന്നാണ് ഈ തിരുപ്പറകുണ്ട്രം സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അതൊരു റോക്കട്ട് ടെമ്പിളാണ്. മധുരയിൽ നിന്നും ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമി ദേവയാനി വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചാണ് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് 2000 വർഷത്തിന് മേലെ ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട്. ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന് തന്നെ 1981 പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, അവരുടെ HRNC ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ പറയുന്നത് സംഘകാല കൃതികളിൽ ഈ തിരുപ്പറകുണ്ട്രം ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 2-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയൊക്കെയാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് ഒരു ഈ തിരുപ്പറകുണ്ട്രം മല എന്ന് പറയുന്നത് തന്നെ കുറേയധികം മലകൾ ചേർന്നതാണ്. മല എന്ന് പറയുന്നത് സാധാരണ മണ്ണല്ല, പാറയാണ് മൊത്തം. അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് ഈ ക്ഷേത്രം. അത് പാറ തുരന്ന്, വിഗ്രഹം അടക്കം പാറ തുരന്ന് ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് തിരുപ്പറകുണ്ട്രം എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള തമിഴർ വലിയ വിശ്വാസത്തോടു കൂടിയും അതുപോലെ ആരാധനയോടും കാണുന്ന ഒരു സ്ഥലമാണ് തിരുപ്പറകുണ്ട്രം. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷമാണ് കാർത്തിക ദീപം തെളിക്കുക എന്ന് പറയുന്നത്. ഈ തൃക്കാർത്തിക ദിവസം ഈ കുന്നിൻ മുകളിലുള്ള ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിക്കുമായിരുന്നു. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് മുടങ്ങി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രം ഇരിക്കുന്ന മലയുടെ തൊട്ടടുത്തുള്ള മലയിൽ ഒരു ദർഗ ഉയർന്നു വന്നു, ഒരു മസ്ജിദ്. അപ്പോൾ അന്ന് ഇത് വന്ന സമയത്തൊന്നും വലിയ എതിർപ്പൊന്നും അക്കാലത്ത് ഉണ്ടായില്ല. കാര്യം മുസ്ലിങ്ങളും അവരവരെ കാര്യം നോക്കിപ്പോയി, അവരവരെ കാര്യം നോക്കിപ്പോയി. പക്ഷെ പോകെ അവരുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. കാരണം അവിടെ ഈ മാംസം വെട്ടുന്ന പരിപാടിയൊക്കെ തുടങ്ങി ഇവരുടെ ദർഗയുടെ സമീപത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹിന്ദുക്കളിൽ നിന്നും എതിർപ്പ് വിളിച്ചു വരുത്തി. അങ്ങനെയാണ് ഈ തർക്കം അവിടെ ആരംഭിക്കുന്നത്, 2 കൂട്ടത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഈ ദീപത്തൂണും ഈ ദർഗയും തമ്മിൽ ഏതാണ്ട് ഒരു 50 മീറ്ററിന് അധികം ഡിഫറൻസ് ഉണ്ട്, ദൂരമുണ്ട്. അപ്പോൾ അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അപ്പോൾ ഈ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം ഈ മനുഷ്യന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു. കാര്യം ദീപത്തൂണിൽ ദീപം തെളിച്ചോളൂ കാർത്തികയ്ക്ക് എന്നുള്ളതിൽ അനുവാദം കൊടുത്തു. പക്ഷെ എന്താ സംഭവിച്ചത്, ഈ ദീപം കൊടുക്കുന്നതിന് അന്ന് 144 പ്രഖ്യാപിച്ചു സ്റ്റാലിൻ സർക്കാർ. കാരണം ആരും എൻ്റെ മേളിൽ പോയി ഇത് കൊടുത്താൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം വീണ്ടും കോടതിയെ സമീപിച്ചു, ഹർജിക്കാരൻ. അപ്പോൾ കോടതി CISFൻ്റെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തു. ഈ CISFൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി ഈ ഹർജിക്കാരൻ ഈ പറഞ്ഞ ദീപത്തൂണിൽ ദീപം തെളിക്കാൻ വന്നപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് തിരുപ്പറകുണ്ട്രം ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് കളക്ടറുടെ ഉത്തരവ് വരട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും അംഗീകരിക്കാൻ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കണം DMKയുടെ ഈ അധികാരത്തിൻ്റെ പവർ എത്രത്തോളം എന്നുള്ളത്. അതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ തമിഴ്നാടിൻ്റെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ദേവസ്വം ബോർഡല്ല.
ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അതിൽ സർക്കാർ നേരിട്ട് ഇടപെടാൻ പറ്റില്ല. എന്നിട്ട് പോലും ഇവിടെ ഇടപെടുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലാണ് എങ്കിൽ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ നാട്ടിലെ പിന്നെ റവന്യൂ അല്ലെങ്കിൽ PWD പോലെ ഡിപ്പാർട്ട്മെൻറ്റാണ്, HRNC എന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് അവർക്ക് പ്രധാനം. അല്ലാതെ അവിടെ ഇരിക്കുന്ന ക്ഷേത്രമോ മൂർത്തിയോ ഒന്നും അവർക്ക് വിഷയമല്ല എക്സിക്യൂട്ടീവ് സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം ഈ പിന്നെ ദീപം തെളിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. അങ്ങനെ വലിയ ആൾക്കൂട്ടമായി, തള്ളായി, ബഹളമായി, വിഷയങ്ങളായി. പിന്നെ ഇവർ അപ്പീലിൽ പോയി. അപ്പീൽ പോയപ്പോൾ അതിലും പരാജയപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. പക്ഷേ വളരെ രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 107 MP ഒപ്പിട്ട ഒരു നിവേദനം സ്പീക്കർക്ക് കൊടുത്തു. അതായത് ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജി GR സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണം എന്നാണ് അവരാവശ്യം. അതിൽ മുന്നിൽ നിന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. CPMൻ്റെ പിന്നെ MP മാരാണ്, CPIയുടെ MP മാരാണ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ MP, DMK, ഇങ്ങനെയുള്ള ആളുകൾ. പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ. തീർച്ചയായിട്ടും. കാരണം വയനാട്ടിൽ വിജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ചോട്ടെ. പക്ഷേ ഇവർക്ക് വോട്ട് കുത്തുന്ന മതേതര ഹിന്ദുക്കളും കേരളത്തിലെ മതേതര ഹിന്ദുക്കളും ചിന്തിക്കണം. അവർക്ക് മാത്രമല്ല, CPMനെ അടക്കം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്ന മുരുക ഭക്തരായിട്ടുള്ള പിന്നെ മതേതര ഹിന്ദുക്കൾ അത് ഓർക്കണം. നിങ്ങളുടെ ശത്രു എവിടെയാണ് എന്നുള്ളത്, സ്വന്തം ശത്രുവിനെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമാണ് ഇതിൽ കൂടെ അവർ കിട്ടിയിരിക്കുന്നത്. ഈ 107 MP ഒപ്പിട്ട് ഒരു ജഡ്ജിയെ പുറത്താക്കണമെന്ന് പറയുന്നത് എന്ത് വൈരുദ്ധ്യമാണെന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്ത് പിന്നെ ഇവരെല്ലാം എപ്പോഴും പറയുന്നത് എന്താ, ഇവിടെ വലിയ ഫാസിസമാണ്, മോദി ഫാസിസ്റ്റാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ബീഫ് തിന്നാൻ പറ്റുന്നില്ല. ഡൽഹിയിലല്ല വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞു, ക്ഷേത്രത്തിന്റെ ഇതിലാണ്. സ്ഥലത്ത് പോലും കത്തിക്കാൻ. അതിന് ഏറ്റവും വിചിത്രമായ സംഭവിച്ചാൽ ഈ പള്ളി ഒരിക്കലും എതിർപ്പ് പറഞ്ഞില്ല. ഈ ദർഗയുടെ ആളുകൾ ഒരിക്കലും ഇത് ദീപത്തോണിൽ ദീപം തെളിക്കാൻ അവർ എതിർത്തിട്ടേ ഇല്ല. തമിഴ്നാട്ടിലെ ഒരൊറ്റ മുസ്ലിം മതപണ്ഡിതർ പോലും, ഒരു മുസ്ലിം സംഘടന പോലും ഇതിന് എതിർത്തില്ല. എതിർപ്പേണ്ട ആർക്കാണ്? DMKക്കാണ്. ആണ് വിഷയം. ഈ DMK പാർട്ടി എന്ന് പറയുന്ന സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ പാർട്ടിക്ക് മാത്രമാണ് എതിർപ്പ്, മുസ്ലിംസ് എതിർപ്പില്ല. ആണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ദേശീയ തലത്തിൽ ചർച്ചയാക്കിയതാരാ? DMK തന്നെയാണ്. ഈ ഇംപീച്ച്മെൻ്റ് മോഷൻ കൊണ്ടുവന്നതോടുകൂടി പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്. നമ്മൾ കുറച്ചാളും ഒരു വാർത്ത കേട്ടല്ലോ, 15 കോടി രൂപ വീട്ടിലിട്ട് കത്തിച്ച ഒരു ജഡ്ജി, അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഇംപീച്ച്മെൻ്റ് അവരാരും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെ, ഹിന്ദുവിനെതിരെ അനുകൂലമായ ഒരു വിധി പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് പോലും എന്താണ് പിന്നെ നാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം നിയമപരമായിട്ടാണ് വിധി പ്രഖ്യാപിച്ചത്, അല്ലാതെ ഹിന്ദുക്കൾ ഏകപക്ഷീയമായിട്ട് വിധി പറയുകയല്ല ചെയ്തത്. ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ വിധി പറഞ്ഞ സെഷൻ ജഡ്ജിനോട് ആക്രമിക്കുന്നുണ്ടില്ലേ, അവരെ പല രൂപത്തിൽ പറഞ്ഞ് കാശ് വെച്ച് ആക്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ജുഡീഷ്യറി ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആളുകളാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സൗജന്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നത്. എപ്പോൾ ഹർജി, ഏത് അർദ്ധരാത്രി ഹർജി, ഏത് തീവ്രവാദിയെ പുറത്തിറക്കാൻ ഹർജിയായിട്ട് പോയാലും സുപ്രീം കോടതി ഉടൻ തന്നെ പിന്നെ കോടതി തുറന്ന് ഹർജിയിൽ വാദം കേൾക്കും. ഇപ്പോൾ ഒരു തീവ്രവാദിയെ ഇപ്പോൾ കല്യാണത്തിനെന്നും പറഞ്ഞ് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഏത് ഈ നമ്മുടെ ഉമർ ഖാലിദിന്, ഡൽഹി സ്ഫോടനത്തിൻ്റെ സൂത്രൻ എന്നറിയപ്പെടുന്നത്, കുറേ കാലമായിട്ട് പിന്നെ അകത്ത് കിടക്കുകയാണ്. സൗകര്യ കല്യാണമാണ്, ജാമ്യം വേണമെന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു വിരോധമില്ല. പക്ഷേ ഒരു ഹിന്ദുവിൻ്റെ ഒരു ക്ഷേത്രം, പിന്നെ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഒരു ആചാരം, അവിടെ ഒരു ദീപം തെളിച്ചാൽ ഇവർക്ക് എന്താണ്, എവിടെയാണ് ഇവർക്ക് പൊള്ളുന്നത്? അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണോ CPM അതുപോലെയാണോ DMK. കാരണം ഹിന്ദുക്കളെ ഈ പറഞ്ഞതിലെന്താ, ഈ പ്രത്യയശാസ്ത്രം പറഞ്ഞ് പഠിപ്പിച്ച് ക്ഷേത്രവും നിങ്ങളുടെ ആചാരം സംരക്ഷിക്കലല്ല പ്രധാനം, അതിനൊക്കെ ധ്വംസിക്കുന്നതാണ് ഏറ്റവും നല്ല ഹിന്ദു നവോത്ഥാനമെന്നും അതാണ് നല്ല ഹിന്ദു ലക്ഷണമെന്നും പുരോഗമനമെന്നും ഈ പിന്നെ പിണറായിയുടെ കൂട്ടുകാരനായ ശാലിൻ അവിടെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ ഇപ്പോൾ വലിയൊരു പോരാട്ടത്തിലാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പിന്നെ തമിഴ്നാട്ടിലുണ്ട്. അദ്ദേഹം 4 ദിവസം സന്ദർശനത്തിൻ്റെ ഒന്നാണ്, 100 വർഷം ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ട്. ഇന്നലെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ്. മോഹൻ ഭാഗവത് പറഞ്ഞത്, തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾ ഉണർന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ തിരുപ്പറകുണ്ടമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ DMK നടത്തുന്ന ഈ കടന്നുകയറ്റത്തിന് അവിടുത്തെ ഹിന്ദുക്കൾ ഉണർന്നാൽ മാത്രം തീർക്കാവുന്ന പ്രശ്നമാണ്. ഇനി ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ ഞങ്ങളതിൽ ഇടപെടും. ഇതിനെ ദേശീയ തലത്തിൽ പിന്നെ ചർച്ചയാക്കും, വേണമെങ്കിൽ RSSയിൽ ഇടപെടുമെന്ന് അദ്ദേഹം ഒരു വാചകം തന്നെ പറഞ്ഞു.
അതിൽ ഒരു തരത്തിലുള്ള ആഹ്വാനമില്ല. പക്ഷെ ഇന്നലെ DMK പ്രതികരിച്ചത് 1000 ഭാഗവതന്മാർ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല, തമിഴ്നാട്ടിലെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, ഇദ്ദേഹം കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നാണ് ഇന്നലെ DMK അതിനെ റെസ്പോണ്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു ഡിവിഷൻ പിന്നെ തമിഴ്നാട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ഈ തിരുപ്പറക്കുണ്ട്രം എന്ന് പറയുന്നത് അതിനൊരു വേദിയാവും. പിന്നെ ഇവർ പറയുന്നത് ഒരു ബാബരി മസ്ജിദിലെ കർസേവ നടത്താൻ ഭാഗവത് ആഹ്വാനം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് ഈ ദർഗ പൊളിക്കാൻ. ഒരിക്കലും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആ ദർഗ പൊളിക്കണമെന്നോ അവിടെ നിന്ന് വിഷം ഉണ്ടാക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അവരുടെ ആവശ്യമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ കർസേവയിൽ കൂടി മറ്റൊരു ബാബരി തമിഴ്നാട്ടിൽ ആവർത്തിക്കാനുള്ള ശ്രമമാണ് എന്നാണ് DMK പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ ശ്രീരാമൻ, കേരളത്തിൽ എങ്ങനെയാണോ അയ്യപ്പൻ, അതുപോലെ തമിഴർക്ക് ഏറ്റവും പിന്നെ പ്രാധാന്യമുള്ള ഒരു ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത്. അത് അവരുടെ വികാരമാണ്. ആ വികാരത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം തിരിയുന്നത്. സ്റ്റാലിനും കൂട്ടരും പിന്നെ ഈ പറഞ്ഞതുപോലെ തീ കൊളുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വലിയ ദോഷം തമിഴ്നാട്ടിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും.